ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം ഇടവകപ്പള്ളിയായ കരിങ്ങാച്ചിറ പള്ളിയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ്. അവിടെ എന്താ വിശേഷം എന്നല്ലേ? അവിടെ ഞങ്ങളുടെ കാർണിവൽ നടക്കുവാണ്, കരിങ്ങാച്ചിറ കാർണിവൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊന്നും കണ്ടാലോ? ഈ ഒരു എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നത് കരിങ്ങാച്ചിറ പള്ളിയോടൊപ്പം ബിഗ് ഡേ ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു ടീമാണ്. വിവിധ തരം പ്രദർശന വിപണന സ്റ്റോളുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫർണിച്ചർ മേള, കാർഷിക മേള, അതുപോലെ തന്നെ ഓട്ടോ എക്സ്പോ, ക്ലോത്തിങ് സ്റ്റാളുകൾ. പിന്നെ എടുത്തു പറയുന്നത് ഫുഡ് സ്റ്റാൾ ആണ്. നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരുടെ സ്റ്റാൾ ഉണ്ട്, അതുപോലെ നമ്മുടെ പള്ളിയിലെ കുടുംബ യൂണിറ്റുകളുടെ സ്റ്റാളുകൾ. ഉൽപ്പന്ന സ്റ്റാളുകൾക്ക് പുറമെ ഫാമിലി ഗെയിംസ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കുട്ടികളെ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ അവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കിഡ്സ് പ്ലേ ഏരിയ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു സംഭവം കൂടി ഇവിടെ ഉണ്ട്, ഗോസ്റ്റ് ഹൗസ്. എനിക്ക് തീരെ പേടിയില്ലാത്ത കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ അതിൽ കയറിയില്ല കേട്ടോ. എന്തായാലും കയറിയവരെല്ലാം പറഞ്ഞു സംഭവം അടിപൊളിയാണെന്ന്. ഇതിനെല്ലാം പുറമെ ആയിട്ട് ദിവസേന സ്റ്റേജ് പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. DJ നൈറ്റ്സ്, മ്യൂസിക്കൽ ബാൻഡ്സിന്റെ പ്രോഗ്രാംസ്, ഡാൻസ് പ്രോഗ്രാംസും ഉണ്ടാവാറുണ്ട്. ജനുവരി 4 മുതൽ 11 വരെയാണ് നമ്മുടെ ഈ എക്സ്പോ വരുന്നത്. ഇതിന്റെ ഓപ്പണിംഗ് ടൈം വരുന്നത് മൺഡേ ടു ഫ്രൈഡേ ആണെങ്കിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയും, സാറ്റർഡേ സൺഡേ ആണെങ്കിൽ രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെയും ഇത് തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ പള്ളിയിലെ ചേട്ടന്മാരാണ് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് നല്ല കറക്റ്റ് ആയിട്ട് ചിരിച്ച് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ താരം രഞ്ജിച്ചേട്ടൻ. ഞാൻ വ്ളോഗ് എടുക്കുവാണോ എന്നൊക്കെ ചോദിച്ച് കമന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇത് ഞങ്ങളുടെ ഷൈജി ചേട്ടന്റെയും ചിപ്പി ചേച്ചിയുടെയും ക്ലോത്തിങ് സ്റ്റാൾ ആണ്. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കരിങ്ങാച്ചിറ കാർണിവലിന്റെ 2ാം വർഷമാണ് ഇത്. കഴിഞ്ഞ വർഷം നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ കുടുംബ യൂണിറ്റുകളെല്ലാം വെച്ചിട്ടാണ് സ്റ്റാളുകളെല്ലാം വെച്ച് ചെയ്തത്. ഇത്തവണ കുറച്ചും കൂടെ അതിഗംഭീരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ കരിങ്ങാച്ചിറക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയൊരു ഷോപ്പിംഗ് അനുഭവമായിരുന്നു. കാരണം കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയുള്ള ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. എക്സിബിഷൻ ഇതുവരെ വന്ന് കാണാത്തവരാണെങ്കിൽ എത്രയും വേഗം വന്ന് കാണണം. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് മ്യൂസിയത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ കരിങ്ങാച്ചിറ പള്ളി സ്ഥിതി ചെയ്യുന്നത്. പള്ളിയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് ഈ ഒരു എക്സ്പോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ സ്റ്റാളുകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏതൊരു എക്സിബിഷൻ കാണാൻ പോയാലും അവസാനം വരെ കാത്തിരിക്കും. എന്തിനാ? ഫുഡ് കോർട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഞങ്ങളുടെ ഫാമിലി ആയിട്ട് വന്നു. പിടിയും കോഴിയാണ് ഓർഡർ ചെയ്തത്. ഇത് മാത്രമല്ല കേട്ടോ, ഏതാണ്ട് എല്ലാ ഫുഡ് സ്റ്റാൾ ഐറ്റംസും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് 10-70 സ്റ്റാൾ കണ്ടു തീർക്കുന്നതിനേക്കാളും കുറച്ചധികം സമയം ഞാൻ ഈ ഫുഡ് കോർട്ടിൽ ചെലവഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് മ്യൂസിക്കൽ ബാൻഡിന്റെ നല്ലൊരു ഗാനമേളയായിരുന്നു. അതൊക്കെ കുറച്ച് നേരം കേട്ടിരുന്നു. എന്നിട്ട് ഇതുപോലെ പുറത്ത് കുറച്ച് ഫാമിലി ഗെയിംസ് ഒക്കെ ഉണ്ട്. ഞങ്ങളും കളിച്ചായിരുന്നു. ഒരു പാത്രമൊക്കെ ഗിഫ്റ്റ് കിട്ടി. ഇതിനെല്ലാം പറയുമ്പോൾ വീട്ടമ്മമാർക്ക് ഏറെ പ്രിയപ്പെട്ടതേ നല്ല അടിപൊളി ചെടികളുടെ കളക്ഷൻസും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ കുട്ടികളുടെ പ്ലേ ഏരിയ ആണിത്. കുട്ടികൾക്കെല്ലാം വളരെയധികം എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ ഗോസ്റ്റ് ഹൗസ്. പേര് തീരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിന്റെ ഉള്ളിൽ കയറിയില്ല കേട്ടോ. പക്ഷെ കയറിയതെല്ലാം പറഞ്ഞു സംഭവം അടിപൊളിയാണെന്ന്. അപ്പോൾ എക്സ്പോർട്ട് വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ഇതുവരെ കാണാത്തവരാണെങ്കിൽ മിസ് ചെയ്യേണ്ട, എത്രയും പെട്ടെന്ന് പോലെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം. ഇപ്പോൾ കരിങ്ങാച്ചിറ കാർണിവൽ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ. പോകുന്നതിന് മുമ്പ് ഗോസ്റ്റിയുടെ ഡാൻസ് കൂടെ കണ്ടിട്ട് പോണേ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.